കഥ സഖി പാർട്ട് 2. എന്താടാ, എന്തുപറ്റി, ആരെ വിളിച്ചേ? നന്ദൻ അവൻ്റെ മുഖഭാവം കണ്ട് ചോദിച്ചു. ഒന്നുമില്ല, എനിക്കൊരിടം വരെ പോവാനുണ്ട്, നിങ്ങൾ രണ്ടും ഇവിടെ വേണം പറഞ്ഞുകൊണ്ട് അവൻ പോകാൻ എഴുന്നേറ്റു. കാര്യം പറഞ്ഞിട്ട് പോടാ പുല്ലേ, ജോ അവനോട് തട്ടിക്കയറി. പറയല്ല, കാലുമടക്കി ഒരു തൊഴിയ തരാൻ പോകുന്നത്. എനിക്കും ഇങ്ങോട്ടും പോണെങ്കിൽ നിന്നോട് ബോധിപ്പിക്കണം. മരണവീടാണെന്ന് ഒരു നിമിഷത്തേക്ക് ദേവൻ മറന്നു. ഇവന് ഭ്രാന്താടാ ജോ. അപ്പോൾ തന്നെ നല്ല കുട്ടിയായി. അത് പിന്നെ നമ്മുടെ മേഘയെ ഒന്ന് കാണണം. ദേവൻ വേഗം കൂളായി. ഈ രാത്രിക്ക് ഏത് മേഘം? അല്ല, ഏത് മേഘ? ജോ താടി കൊഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ നമ്മുടെ സീനിയറായി പഠിച്ച ആളിപ്പോൾ സൈക്കാട്രിസ്റ്റാണ്. ദേവൻ പറഞ്ഞുകൊണ്ട് പോകാനൊരുങ്ങി. ഞാൻ പറഞ്ഞില്ലടാ, അവന് പ്രാന്താന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? ജോ കുറച്ചു നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. ഗായുവിൻ്റെ ഈ സൈലൻസ് എന്നെ പേടിപ്പിക്കുന്നുണ്ട്. ഒന്ന് പോയി സംസാരിച്ച് നോക്കാം. വീട്ടിലും ഒന്ന് പോകണം. ദേവൻ മുറ്റത്തേക്ക് ഇറങ്ങി. എന്നിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. നന്ന, ഗായുവിനെ നോക്കിക്കോണേ. കുറച്ച് സമയത്തേക്ക് അവർ മറന്നുപോയിരുന്നു മാഷച്ചൻ ഇനിയില്ല എന്ന്. നീ പോയിട്ട് വാ, ഞങ്ങൾ കണ്ണടക്കില്ലടാ. ദേവൻ ജിപ്സിയിലേക്ക് കയറി വല്ലാത്ത മുരൾച്ചയോടെ വണ്ടി പാഞ്ഞു. ദേഷ്യം മുഴുവൻ ആക്സിലേറ്ററിൽ ചവിട്ടി നിർത്തിക്കൊണ്ട് വണ്ടി പാഞ്ഞു ചെന്ന് ചെമ്പകശ്ശേരി തറവാടിൻ്റെ മുന്നിൽ നിന്നു. ചെമ്പകശ്ശേരി പേരും പ്രശസ്തിയും സമ്പത്തും വേണ്ടുവോളമുണ്ട്. അവിടുത്തെ പ്രതാപവർമ്മയുടെ ശ്രീദേവിയുടെയും ഒറ്റപുത്രനാണ് ദേവനാരായണൻ. പക്ഷേ അച്ഛൻ്റെ നോട്ടത്തിൽ അലസനാണ് മകൻ. അച്ഛൻ്റെ ആഗ്രഹം ദേവൻ ഒരു IAS കാരനാവണം എന്നായിരുന്നു. സമൂഹത്തിൽ അന്തസ്സുയർന്ന ഒരു പ്രൊഫഷൻ ആയതാണ് അദ്ദേഹം അത് കണ്ടത്. ദേവൻ അതിന് തയ്യാറല്ലായിരുന്നു. പിന്നെ അദ്ദേഹം അവനോട് ആവശ്യപ്പെട്ടത് ബിസിനസ് ഏറ്റെടുക്കാനാണ്. അവൻ അത് നിരസിച്ചതോടെ അച്ഛൻ്റെ ഗുഡ് ബുക്കിൽ മകൻ്റെ പേരില്ല. ഒരു പരിധിവരെ അവൻ്റെ കൂട്ടുകാരാണ് അവനെ ചീത്തയാക്കുന്നു എന്നാണ് അച്ഛൻ്റെ പക്ഷം. കൂട്ടുകാരെ വിട്ട് നാട്ടിൽ നിന്നും അവൻ മാറി നിന്നത് പഠനത്തിൻ്റെ ഭാഗമായി കുറച്ചുനാൾ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാർ മാത്രമല്ല, ഈ നാടും പുഴയും മലകളും പുരങ്ങളും എന്നുവേണ്ട ഇവിടെയുള്ള എല്ലാത്തിനോടും അടങ്ങാത്ത പ്രണയമാണ് അവന്. ഹാളിലെ സോഫയിലിരുന്ന് എന്തൊക്കെയോ ഫയൽ ചെക്ക് ചെയ്യുന്ന അച്ഛൻ്റെ അടുത്തേക്ക് വല്ലാത്ത ശബ്ദത്തോടെ ഒരു ചെയർ വലിച്ചിട്ട് അവൻ ഇരുന്നു. അച്ഛൻ ഫോൺ ചെയ്ത് പറഞ്ഞത് എനിക്ക് ക്ലിയറായില്ല. ഇതിലിപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞത് ഗായത്രിയെ ഈ വീട്ടിലേക്ക് കൂട്ടാനാണ് നിൻ്റെ പ്ലാൻ എങ്കിൽ അത് നടക്കില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാലിന്മേൽ കാല് കയറ്റി വെച്ചു. അതിൻ്റെ കാരണം ആണ് എനിക്ക് അറിയേണ്ടത്. ദേഷ്യം കടിച്ചമർത്താൻ അവൻ വല്ലാതെ പാടുപെട്ടു. എനിക്കതിഷ്ടമല്ല. ഇത് എൻ്റെ വീടാണ്. നോ മോർ എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. എന്നാൽ എനിക്കത് ഇഷ്ടമാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നാളെ എൻ്റെ കൂടെ ഗായുവും കാണും. വരുന്നതെന്തും നേരിടാൻ എന്ന മട്ടിൽ ദേവനും എഴുന്നേറ്റു. എങ്കിൽ നാളെ മുതൽ ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല ദേവ. ഈ വീട്ടിൽ എൻ്റെ ഇഷ്ടങ്ങളെ നടക്കൂ. വിട്ടുവീഴ്ചയില്ലാത്ത മട്ടിൽ അച്ഛനും മകനും നേർക്കുനേർ നിന്നു. തീ പാറുന്ന കണ്ണുകളോടെ അവൻ നിന്നു. അത് ഒട്ടും വകവെക്കാതെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. ദേവന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. മുന്നിൽ കണ്ട കസേര അവൻ തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ടും കലിയടങ്ങാതെ മുൻപിൽ കണ്ട ചില്ലിൻ്റെ ടീപ്പോയിലേക്ക് അവൻ മറ്റൊരു കസേര എടുത്തടിച്ചു. വല്ലാത്തൊരു ശബ്ദത്തോടെ അത് 100,000 കഷ്ണങ്ങളായി ചിന്നിച്ചേറി. എന്നിട്ടും കലി നിയന്ത്രിക്കാൻ പറ്റാതെ അവൻ നിന്ന് കിതച്ചു. എറിഞ്ഞെടുക്കാൻ ആർക്കും പറ്റും. സ്വന്തം അധ്വാനത്തിൽ നിന്നും വാങ്ങിയതാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കും എന്ന് മാത്രം. പുച്ഛത്തോടെ വാതിൽക്കൽ നിന്ന് പറയുന്ന അച്ഛനെ ദേഷിച്ചു നോക്കിക്കൊണ്ട് അവൻ തിടുക്കത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. രാഘവേട്ട, ആ അടുക്കളയിൽ നിൽക്കുന്ന കുട്ടിയോട് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ പറ. അവിടെ ആകെ ഒന്ന് നോക്കിക്കൊണ്ട് ഫോണുമെടുത്ത് അദ്ദേഹം പുറത്തേക്ക് പോയി. അതേസമയം റൂമിലുള്ള മുഴുവൻ സാധനങ്ങളും ദേവൻ വാരി വലിച്ചിട്ടു. പിന്നെയും ദേഷ്യം തീരാതെ കൈ ചുരുട്ടി ഭിത്തിയിലിടിച്ചു. അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. ഫോണിൽ നന്ദൻ്റെ പേര് തെളിഞ്ഞതും അവൻ്റെ ദേഷ്യം തെല്ലൊതുക്കി വേഗം ഫോൺ എടുത്തു. നന്ദ, എന്താ ഗായുവിന്? ചോദ്യം ഒഴിപ്പിക്കാതെ അവൻ നിർത്തി. ഒന്നുമില്ലടാ, നീ ടെൻഷൻ ആവണ്ട, ഞാൻ വെറുതെ വിളിച്ചതാ. ദേവൻ്റെ സ്വരത്തിൽ ആദ്യം തിരിച്ചറിഞ്ഞു നന്ദൻ വേഗം മറുപടി പറഞ്ഞു. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ നാളെ വന്നാൽ പോരെ? ഇവിടെ കുഴപ്പമൊന്നുമില്ല. നീ റെസ്റ്റ് എടുക്ക്. രാവിലെ മെല്ലെ വന്നാൽ മതി. എന്നാ വെച്ചോക്കട്ടെ ദേവാ. നന്ദൻ്റെ സ്വരം അത്രമേൽ ആർദ്രമായിരുന്നു. എന്താടാ, നീയൊക്കെ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഐ ആം ഓൾ റൈറ്റ്. നീ വെച്ചോ. ഗായുവിനെ ശ്രദ്ധിച്ചാണേ. ദേവൻ തിടുക്കത്തിൽ അവസാനിപ്പിച്ചു. മനസ്സ് നൊന്താൽ പറയാതെ അറിയുന്നവൻ ആണവർ. അച്ഛനെ പിണക്കി ചെന്നാൽ ഗായു കൂടെ വരാൻ ഒരിക്കലും തയ്യാറാവില്ല.
ദേവൻ്റെ തലയാകെ പൊട്ടിപ്പിളർന്ന പോലെ തോന്നി. അവൻ വേഗം ലാപ്ടോപ്പ് ഓൺ ചെയ്തു. മേഘ ഓൺലൈനിലുണ്ട്, ഉടൻ തന്നെ സംസാരിക്കാൻ ഫ്രീ ആണോ എന്ന് മെസ്സേജ് അയച്ചു. ഏതാനും നിമിഷങ്ങളിൽ മേഘ വീഡിയോ കോളിൽ വന്നു. ഓൺ ചെയ്തു മേഘയുടെ മുഖം കണ്ടപ്പോഴാണ് അവൻ റൂമിൻ്റെ അവസ്ഥയെക്കുറിച്ച് ബോധവാനായത്. മേഘ, ഐ നീഡ് എ ഹെൽപ്പ്. നിൻ്റെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നിനക്കിപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണമെന്ന്. മേഘയുടെ ചുണ്ടിൽ മനോഹരമായ ചിരിയുണ്ടായിരുന്നു. ഇത് ലീവ് ഇറ്റ്, എൻ്റെ മാറ്റർ ഇതല്ല. തുടർന്ന് അരമണിക്കൂർ നേരം ദേവൻ വീഡിയോ ചാറ്റിലൂടെ അവൻ്റെ സംശയങ്ങൾ ചോദിച്ചു. തൃപ്തിയോടെ ആണ് അവൻ കോൾ അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ നന്ദനെ വിളിച്ചു. ഗായു അച്ഛൻ്റെ മരണം അംഗീകരിക്കാനുള്ള മടി കൊണ്ട് അവളുടെ ഉബോധ മനസ്സ് അഭിനയിക്കുകയാണ്. അച്ഛൻ മരിച്ചത് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടാണെന്നും ഉടൻ തന്നെ നോർമൽ ലൈഫിലേക്ക് വരും എന്നും മേഘ പറഞ്ഞത് അവൻ നന്ദനെ അറിയിച്ചു. ഓക്കെ, അവൻ കൂടുതൽ സമയമെടുത്താൽ ക്ലിനിക്കൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ടി വരും എന്നും നന്ദനോട് പറഞ്ഞു. ഫോൺ വെച്ച് കുറച്ചു നേരം ഷവറിൻ്റെ അടിയിൽ നിന്നപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി അവന്. കുളി കഴിഞ്ഞപ്പോൾ താഴെന്ന് രാഘവേട്ടൻ്റെ ശബ്ദം കേട്ടു. കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. വിശപ്പുണ്ട്. അച്ഛനെ കണ്ടില്ല, അതുകൊണ്ട് താഴേക്ക് ചെന്നു. കഴിക്കാൻ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. കഴിക്കാൻ ഒരുങ്ങിയതും ഗായുവിനെ ഓർത്തു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പാവം ഒത്തിരി തളർന്നു പോയിരിക്കുന്നു അവൾ. ആരും ഒന്നും കഴിച്ചു കാണില്ല. വിശപ്പ് തനിയെ കെട്ടടങ്ങുന്നത് അറിഞ്ഞു. പിറ്റേന്ന് അല്പം വൈകിയാണ് ഉണർന്നത്. ഓരോന്ന് ആലോചിച്ച് കിടന്നപ്പോൾ തന്നെ ഒരുപാട് വൈകിയിരുന്നു. എണീറ്റ് ഫ്രഷായി ഒരു ട്രാവൽ ബാഗ് എടുത്തു. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തു വെച്ചു. ചുവരിൽ, ബെഡിൻ്റെ ബാക്കിൽ ചുവരിൽ നിന്നായി 4 പേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന എടുത്ത ഫോട്ടോ എൻലാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് നോക്കി വേഗം അവൻ പുറത്തേക്കിറങ്ങി. കയ്യിൽ ബാഗുമായി ഉന്മേഷത്തോടെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന മകനെ വർമ്മ നോക്കി നിന്നു. നീണ്ടു വളർന്ന മുടിയും താടിയും, കഴുത്തിൽ രുദ്രാക്ഷം കെട്ടിയ സ്വർണ്ണമാല, പുലിനകം കൊണ്ടുള്ള ലോക്കറ്റും കയ്യിലുള്ള വള മുകളിലേക്ക് കയറ്റിവെച്ച് അവൻ അച്ഛനെ തന്നെ നോക്കി. നീ ഇപ്പോൾ തീരുമാനിച്ചല്ലേ? പറയാൻ വന്നത് അവൻ മുളലിലൊതുക്കി. ഒരു കാര്യം ഓർത്തോ, എൻ്റെ പേരിൽ ആണ് നീ അറിയപ്പെടുന്നത്. താൻ കാരണം ഉണ്ടായ ബന്ധങ്ങൾ ആണ് നിനക്ക് ചുറ്റും. ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ അമ്മയും നച്ചുവും ഉൾപ്പെടെ എല്ലാവരും നിനക്ക് നഷ്ടപ്പെടും. ദേവനിൽ പിന്നെയും ദേഷ്യം വിറഞ്ഞു കയറി. എത്ര വേണ്ട എന്ന് വെച്ചാലും സമ്മതിക്കില്ല. ഞാൻ എവിടെ ആയാലും എൻ്റെ ബന്ധങ്ങൾ എന്നോട് കൂടെ ഉണ്ടാവും. അച്ഛനല്ല ആര് തടഞ്ഞാലും എനിക്ക് തോന്നുമ്പോൾ ഞാൻ അമ്മയെ കാണും. അച്ഛൻ കാരണമില്ലാതെ ആവുന്ന ബന്ധം ആണ് നെച്ചുവെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ആരെയും ഒന്നിനും ഞാൻ നിരസിക്കില്ല. പിന്നെ അവൻ അവിടെ നിന്നില്ല. ഇനിയും നിന്നാൽ അച്ഛൻ ആണെന്ന് മറന്നു വല്ലം പറഞ്ഞു പോകും എന്നവന് തോന്നി. ബാഗെടുത്ത് ജിപ്സിയിലേക്ക് ഇട്ടു. വേഗത്തിൽ അവനതിൽ കയറി ഓടിച്ചുപോയി. ദേവൻ ചെല്ലുമ്പോൾ നന്ദനും ജോയും ചുറ്റുമിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഗായുവിനോട് ഒരു ദിവസം കൊണ്ട് പെണ്ണാകെ കോലം കെട്ട് വാടിത്തളർന്ന് നിൽക്കുവാണ്. ഗായു, ദേവൻ മെല്ലെ അവളുടെ തലയിൽ തഴുകി. മുഖമുയർത്തി ദേവനെ ഒന്ന് നോക്കി. എന്ത് കോലമാടിയത്? നീ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നേ. ഇന്നലെ തൊട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. പെട്ടെന്നാവട്ടെ. ദേവൻ അല്പം ഗൗരവത്തിൽ ആണ് പറഞ്ഞത്. മറുത്തൊന്നും പറയാതെ അവൾ എഴുന്നേറ്റ് പോയി. അമ്മയും വേഗം പിന്നാലെ പോയി. പാവം അമ്മ ഇന്നലെ നടന്നത് ഒന്നും അറിഞ്ഞിട്ടില്ല. ഗായുവിനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. നിന്നെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ? ജിപ്സിയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ജോ പറഞ്ഞു. ഈ തെണ്ടിക്ക് 4 കണ്ടുണ്ടോ? ഇത്ര വേഗമാണ് കണ്ടുപിടിച്ചത്. ഞാൻ മെല്ലെ തലയാട്ടി. പോന്നത് പോന്നു. നീ ATM കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എനിക്ക് പണിയെടുത്ത് നിന്നെ നോക്കാൻ വയ്യട്ടോ. ജോ വളരെ കാര്യമായി പറഞ്ഞുകൊണ്ട് തിണ്ണയിലേക്കിരുന്നു. നന്ദൻ വല്ലാത്ത ഭാവത്തോടെ എന്നെ നോക്കി. ദേവാ, എന്താ ഇവനെന്താ പറയുന്നേ? നന്ദൻ പറഞ്ഞു നിർത്തിയതും ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ഫോണിൽ ധാവണിയെടുത്ത് തലയിലൊരു കെട്ടുമായി പച്ചമാങ്ങ കടിച്ച് മുഖം ചുളിക്കും കൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു. നച്ചു കോളിംഗ്. തുടരും കഥയുടെ അടുത്ത ഭാഗം.